ഓരോരുത്തർക്കും ഓരോ ശരീരഭാഷയും ഓരോ ചിന്താഗതിയായിരിക്കും. ഉം. ഇപ്പം പിണറായി വിജയനുമായിട്ട് എന്നെ ആരും കമ്പയർ ചെയ്യത്തില്ല. ഉം. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ്റെ ഡയലോഗ് ഡെലിവറി വളരെ സ്ലോയാണ്, എൻ്റെ വളരെ ഫാസ്റ്റാണ്. ഉം. ഉം. ഉമ്മൻചാണ്ടിയായിട്ട് താരതമ്യം ചെയ്യുന്ന കാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി സ്പീഡാണ്, ഞാനും സ്പീഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചലനത്തിലും നോട്ടത്തിലും ഇരിപ്പിലും എല്ലാം ആ വേഗതയുണ്ട്. ഉം. ഏതാണ്ട് അത്രയൊക്കെ എത്തത്തില്ലെങ്കിലും ആ വേഗതയുടെ ഒരു വേറെ രൂപാന്തരമാണ് എൻ്റെയും ഭർത്താവിനും രീതി. ഇപ്പം എൻ്റെ ഉം. ഇപ്പോൾ എടുത്ത ഇത്രയും പോർഷൻ എൻ്റെ കൈയും കാലും എത്ര അനങ്ങുന്നു, ഇത്രയും കൈയും കാലും അനങ്ങുമോ പിണറായി വിജയന്? ഉം. 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 ആ പുള്ളി അളന്ന് തൂക്കി സംസാരിക്കുന്നതേ പറയത്തുള്ളൂ. അത് വരും ഓരോരുത്തരുടെ സ്വഭാവം, ആ വ്യത്യാസമുണ്ട്. അതിവേഗം ബഹുദൂരമാണോ അതിവേഗം ബഹുദൂരം ഉമ്മൻചാണ്ടിയുടെ ക്യാപ്ഷൻ. ഇതിലെ മുഖ്യമന്ത്രി അതിവേഗം ബഹുദൂരമാണോ? അല്ല, ഞാനത് എൻ്റെ ഈ ഡയറക്ടർ അതിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരു രീതിയിലും ആൾക്കാരിങ്ങനെ പറയുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഒരു ഹാങ് ഓവർ ഒന്നും മനസ്സിൽ വെക്കേണ്ട, യു ക്യാൻ ഡു ആസ് യുവർ ഓൺ. അപ്പം ഞാനൊരു അച്ഛനായിട്ടെന്ന് മാറി. അപ്പോൾ എൻ്റെ രൂപത്തിൽ ഞാൻ മാറ്റം നിർബന്ധിച്ചു. ആ രൂപത്തിൽ എനിക്ക് ആഗ്രഹിച്ച പോലുള്ള മേക്കപ്പാണ് ഇവിടെ നോക്കും പറയാം. എനിക്കൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല, ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ മുതലൊരു വ്യത്യാസം വന്നു. ഇത് മാജിക് വർക്ക്. ഈ ചില കാര്യങ്ങളിൽ കഥാപാത്രങ്ങളുടെ ചില മാനറിസങ്ങളിൽ അല്ലെങ്കിൽ വസ്ത്രങ്ങളിലൊക്കെ ഒരു ബാലചന്ദ്രമേനോൻ ടച്ച് കൊടുക്കുന്ന വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ എടുക്കുക, ആദ്യം മൊത്തം കളർഫുൾ കോസ്റ്റ്യൂംസിലാണ് വരുന്നത്. അതിനുശേഷം പിന്നീട് ആ വൈറ്റിലേക്ക് വരുന്നു, നീണ്ട താടി നീണ്ട മുടിയിലേക്ക് വരുമ്പോൾ അയാളുടെ വിഷണ്ണത മുഴുവനുമായും ആഭാവിച്ചിരിക്കുകയാണ് ആ കഥാപാത്രത്തിൽ. ഇങ്ങനെയുള്ള ചില ട്വീക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഹാക്സ് അതെങ്ങനെയാ കിട്ടുന്നത്? അല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ക്ലാസ്മേറ്റ്സിൽ അഭിനയിക്കുമ്പോൾ ലാൽ ജോസ് അല്ലേ അഭിനയിച്ചപ്പോൾ ആദ്യം ഈ കഥാപാത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ അഭിനയിക്കാനായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലാൽ ജോസ് സംസാരിച്ചപ്പോൾ ആ ചർച്ചയുടെ ഇടയിൽ വന്ന ഒരു സംഗതിയാണ്. ഞാൻ ആദ്യം കാണിച്ച മേക്കപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ ആ മുടിയൊക്കെ വളർത്തിയത്, ലാൽ ജോസിന് അല്പം സംശയം ഉണ്ടായി അതൊരു കോമാളി ക്യാരക്ടറായി പോകുന്നു. കാരണം പുള്ളിയുടെ കയ്യിലുള്ള അയലിലുള്ള ട്രാജിക് സ്റ്റോറിയാണ്, അയാളുടെ മകൻ മരിച്ചു പോകാണല്ലോ. അപ്പോൾ അതിലേക്ക് വരുമ്പോഴേക്ക് ഇത് മിസ്ഫെയർ ചെയ്യുമെന്നൊരു ഭയം വന്നു. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ പറഞ്ഞു, അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, ചെറുപ്പത്തിലുള്ള കളർഫുൾ ഡ്രസ്സ് ഇട്ടെ, പിന്നെ വരുമ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് മൊത്തം നരയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്നുള്ള ഞാൻ സന്തോഷിക്കുന്നു. ജീവിതത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പല നേട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ആകാൻ തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ സാർ മാത്രമാണ് സ്ക്രീനിൽ അച്ഛൻ മകൻ ബന്ധത്തിലെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് ചെയ്തിട്ടുള്ളത്. അത് കൃഷ്ണ ഗോപാലകൃഷ്ണയിലാണ്. അച്ഛനെ അടിക്കുകയാണ് മകൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ സീക്വൻസ് വേറെ രീതിയിൽ റിപ്പീറ്റ് ചെയ്യണം. ആ സിനിമ എളുപ്പത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഒരു പുരുഷന്റെ മൊത്തത്തിലുള്ള ജീവിതരേഖയുണ്ട്. അത് കഴിഞ്ഞുള്ള ഡയലോഗും ഉണ്ട്. അതെ, ആ ഡയലോഗും കൂടെ പറയണം. അതായത് അടിച്ചു. ഇപ്പം ഞാൻ നിങ്ങളെ ഈ ചോദ്യം ചോദിക്കാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഓരോ സിനിമകളിലെ കഥകൾ എൻ്റെ ചോരയിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. അടിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പറയുന്ന ആ റോൾ അഭിനയിച്ചത് വേണുജി എന്ന ഡയറക്ടറാണ്. അതേ പണ്ടോ ഇല്ല, മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ്, നീ തല്ലിയല്ലേ, അച്ഛനെ തല്ലിയല്ലേ, പേടിക്കണ്ട, പലിശയടക്കം കിട്ടും. കാരണം പുള്ളി പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാണ്. അതെ, അതുപോലെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ പിന്നീട് എൻ്റെ മകൻ എന്നെ തല്ലുന്നുണ്ട്. എത്ര ആളുകളുടെ മുമ്പ് വെച്ചാണ്. മതി. അപ്പോൾ I had an idea to communicate to the public and they enjoyed it. എവിടുന്നാണ് ഈ തീക്ഷ്ണത കിട്ടുന്നത്? ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടുള്ള ബാലചന്ദ്രൻ മേനോന്റെ ജീവിതത്തിലൊന്നും ഇത്രയൊന്നും അച്ഛൻ മകൻ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നറിയാം, അത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആ ദർശനങ്ങൾ എവിടെ നിന്ന് കിട്ടും? അത് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ സമൂഹമാണ്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകമാണ്. എന്നെ സംബന്ധിച്ച് എവറി മൊമെൻറ്റ് ഇസ് ക്രിയേറ്റീവ് ഫോർ മീ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ മൊത്തം പോകുന്ന ഇവിടേക്കാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സംഗതി എന്നെ ബാധിക്കും. അത് നിങ്ങളറിയത്തില്ല. അത് കൊണ്ട് നടക്കും ഞാൻ. അത് കൊണ്ട് നടന്ന് മേ ബി ആഫ്റ്റർ 5 years ഇറ്റ് വിൽ കം അഗെയിൻ. അതാണ് എൻ്റെ രീതി. എനിക്കിത് ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഞാൻ അധികം പുസ്തകം വായിക്കാറില്ല, നന്നായിട്ട് ഞാൻ വായി നോക്കുമെന്ന് പറയും. വാനോട്ടമാണ് എൻ്റെ ഗുരു. അപ്പോൾ പിന്നീട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ചോദിച്ചു, എന്തൊന്നാണ് ഈ വായും വളർന്ന് ചെയ്യുന്നത്? ഓടുന്ന ട്രെയിനും പറക്കുന്ന വിമാനമൊക്കെ എനിക്ക് അത്ഭുതമാണ്. അത് കഴിഞ്ഞ് കോളേജിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, അന്ന് പോവാടെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഐ തിങ്ക് ദാറ്റ് ദർ ഈസ് സംതിങ് ഫോർ മീ ഇൻ മൈ സറൗണ്ടിങ്സ്. അത് കണ്ടെത്തണം. കല്യാണം കഴിച്ചു ഭാര്യയും ചോദിച്ചു പറയും, എന്തൊരു വാനോട്ടമായിരുന്നു, എന്തൊക്കെ അറിയേണ്ടത്. എനിക്കിന്നും രാവിലെ 2-3 പത്രങ്ങൾ വായിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് അറിയണം എൻ്റെ ചുറ്റും ലോകം അങ്ങനെ കളഞ്ഞത്. ഇൻഫോംഡ് ആയിരിക്കണം. ഞങ്ങൾ ഇത്രയും നേരം അവിടെ അകത്ത് സംസാരിച്ച പക്കാ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നത് ഞാൻ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? അല്ല പറ്റുമോ? അവിടെ കാശ് മാത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നാൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കോളേജ് കാലഘട്ടത്തിൽ ഒരു SFI സഹയാത്രികനായിരുന്നു. അതിനുശേഷം എവിടെയും ഒരു ഇടത് ചായവോ വലത് ചായവോ ഇല്ല. എനിക്ക് ഇടത് ചായവോ ഇല്ല, വലത് ചായവോ ഇല്ല. എനിക്ക് നേരെ ചായവേ ഉള്ളൂ. ഞാൻ എൻ്റെ വഴി, അത് ഞാൻ മറ്റുള്ളവർക്ക് പ്രശ്നമാകത്തില്ല. ഇത്രയുമാണ് എനിക്ക് ഈ സമൂഹത്തിനകത്ത് കമ്മിറ്റ്മെൻറ്റ്.
ഞാൻ അവിടെ അത് ചെയ്യാം, ഞാൻ ഇവിടെ ഉണ്ടാക്കും, ഒന്ന് അതെല്ലാം അടവാണെന്നേ. ഉം. ഞാൻ രാഷ്ട്രീയം നന്നായിട്ട് കളിച്ചിട്ടാണ് വേണ്ടെന്ന് വെച്ചത്. ഞാൻ ഇൻക്ലാബൊന്നും വിളിച്ചിട്ടില്ല. ഇൻക്ലാബിന് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ SFI യൂണിറ്റിൻ്റെ നിർബന്ധം അവരിങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഐ വാസ് സോ പോപ്പുലർ അന്ന്. അപ്പോൾ എന്നെ നിർത്തിയാൽ ജയിക്കുന്ന ഉറപ്പാണ്. കാരണം ആദ്യം ഞാൻ മാസിൻ്റെ വോട്ട് ഉറപ്പാക്കി. ഞാൻ നിൽക്കാം, ചെയർമാനായിട്ട് നിൽക്കാം. ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? എൻ്റെ പേരിൻ്റെ മുമ്പിൽ സഹാവൊന്നും വയ്ക്കരുത്. അതവർ ആലോചിച്ചു. അതെ, പറ്റില്ല, എനിക്ക് അതിന് വേണ്ടി സഹാവാകാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇപ്പം ഇലക്ഷൻ വാർത്തകൾ വായിക്കുമ്പം BJP നിന്ന് കോൺഗ്രസ്സിൽ പോകുന്നു, കോൺഗ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വരുന്നു. എന്ത് എളുപ്പമാണ് രാഷ്ട്രീയം. പിന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിൻ്റുണ്ട്. ആരും അറിയാവുന്നവർ പറയാതിരിക്കുകയായിരിക്കും. എനിക്ക് രാഷ്ട്രീയ താല്പര്യത്തിൽ പറയാം. 10ൽ 6 പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് മാറ്റണം. 10ൽ 6 പേര് പറഞ്ഞാൽ അച്ഛൻ്റെ പേരല്ല. ആണോ? എനിക്ക് സീറ്റ് മതി എന്ന് പറയണം. അതൊക്കെ എല്ലാവർക്കും പറ്റി തരില്ല. ഞാൻ അവരൊന്നും ഞാൻ ജീവിക്കുന്ന ജനാധിപത്യത്തിൻ്റെ കീഴിലാണ്. അതിൻ്റെ വിധേയത്വവും അതിൻ്റെ ബഹുമാനവും ഒക്കെ രീതികളുണ്ട്. പക്ഷേ ആ ജനാധിപത്യ രീതിയെ പുഴുക്കുത്താക്കി മാറ്റുന്ന ഒരു വൃത്തികെട്ട സാമൂഹിക അന്തരീക്ഷമുണ്ട്. അത് ഞാൻ ദുഃഖിതനുമാണ്. ഈ സിനിമയുടെ അകത്ത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നെഞ്ചു മരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാനുണ്ട്. ഈ ചങ്കൂറ്റം പേഴ്സണൽ ലൈഫിൽ എത്ര അളവിലുണ്ടായിരുന്നു എന്നറിയാൻ ഞാനൊരു സന്ദർഭത്തോടുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ സമാന്തരങ്ങളിൽ അവാർഡ് കിട്ടുന്നു, പക്ഷേ ആ അവാർഡ് ഒരു മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നുണ്ട്. പല അവസരങ്ങളിൽ കരുതി കൂട്ടി ബാലചന്ദ്രമേനോന്റെ പേര് വരാതെ ഒരുപാട് വാർത്തകൾ വരുന്നു. പേര് നീണ്ടുപോയി എന്ന് പറയും. നീണ്ടുപോയെന്ന് അതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ പറയുന്നതേ ഒരേ, അതായത് മറ്റേ സൈഡിൽ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ കോംപ്ലിമെന്റ് ചെയ്യാൻ ഒരു റൈറ്ററുണ്ട്, ഡയറക്ടറുണ്ട്. ഇതെല്ലാം സ്വയമാണല്ലോ ചെയ്യുന്നത്. അതെ. അതൊരു വേദനയേ ആയിട്ടില്ല. അല്ല, അത് വേദനിച്ചിട്ട് കാര്യമില്ല. എന്തിനാ വേദനിക്കുന്നത്? ഞാൻ 38 പടങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരു സിനിമ എന്നെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് കരുതി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച്, ഉള്ള ജീവിതം മുഴുവൻ എന്താ പറയുക, കരുവാളി പിടിച്ചിട്ട് ഒരു പടം എങ്ങനെയോ ഒപ്പിച്ചിട്ട് ആ പടത്തിൻ്റെ പൂജയുടെ തലേദിവസം മരിച്ചു പോകുന്ന ആൾക്കാരില്ലേ ഉണ്ട്. അത് എന്ത് ചെയ്യുക? അത് നോക്കുമ്പോൾ കരുണാമയനായ ദൈവം 38 പടം ആരോഗ്യമായിട്ടൊന്ന് ചെയ്യാൻ തന്നില്ലേ? ആ 38 പടത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്കാർ ഇന്നും നമ്മുടെ ഒരു സിനിമയുടെ പഴയ സിനിമ പഴയ അങ്ങനെ പറയത്തില്ല. വിത്ത് റെസ്പെക്റ്റ് ആണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ചെയ്ത കർമ്മത്തിന് കിട്ടിയ പുണ്യം. പിന്നെ വിമർശനം വരും, അതെല്ലാം വരും. അതൊന്നും ഐ ഡോണ്ട് കെയർ. ഐ ഡു എ ഫിലിം ബിക്കോസ് ഐ വാണ്ട് ടു ഡു ഇറ്റ്. അല്ല ഇനി ഒന്ന് ചെയ്ത് അത് കണക്കൂട്ടലൊന്നുമില്ല. ലോകത്ത് തന്നെ ഏറ്റവും അധികം സിനിമകൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച നടൻ, ദേശീയ അവാർഡുകൾ, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എത്രയോ പുസ്തക പ്രസിദ്ധീകരണങ്ങൾ, കേരളം മൊത്തം. ഈ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നു, പാട്ട് പാടുന്നു, പുസ്തകം എഴുതുന്നു, എന്താ കാര്യം? അതൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇരുന്ന് കാശ് ഇടുന്നോട് ചെയ്യുന്ന നല്ലത്. ഇറ്റ് ഈസ് വിത്തിൻ യു ഹാവ് ടു എക്സോസ്റ്റ് ഇറ്റ്. അല്ലേ ഉറങ്ങാൻ ഒക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. കാലം കുറെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഇപ്പൊ ജെൻസി ആൽഫ ജനറേഷൻ്റെ കാലഘട്ടമാണല്ലോ. അവരെങ്ങനെ ഓർക്കണം ബാലചന്ദ്രൻ മേനോനെ? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ.